നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ജീവിതത്തിൽ എടുക്കുന്ന ചില ചെറിയ തിരഞ്ഞെടുപ്പുകൾ പോലും നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചിലർ ഒരു നിറം കണ്ടാൽ ആകർഷിക്കപ്പെടും, ചിലർ ഒരു സ്ഥലത്തോട് കൂടുതൽ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു പൂവിനോടുള്ള ആകർഷണവും നിങ്ങളുടെ മനസ്സിന്റെ സ്വഭാവം, ജീവിത ചിന്തകൾ, സ്നേഹം, കോപം, ഭാവി, ഭാഗ്യം എല്ലാം സൂചിപ്പിക്കാമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. സ്ക്രീനിൽ കാണുന്ന ഈ 6 പൂക്കളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പൂവ് അത് തിരഞ്ഞെടുക്കുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഒരു തമാശയായി കാണാതെ മനസ്സ് ശാന്തമാക്കി ആദ്യമായി നിങ്ങളുടെ ഹൃദയം ആകർഷിച്ച പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. ഇനി കണ്ണുകൾ തുറന്ന് ഈ 6 പൂക്കളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. ഞാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയം തരാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നിങ്ങൾ പൂവ് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്പർ 1, റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് റോസ് ആണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് വളരെ സോഫ്റ്റ് ആണ്. പുറത്ത് എത്ര സ്ട്രോങ് ആയി പെരുമാറിയാലും ഉള്ളിൽ വളരെ ഇമോഷണൽ ആയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സ്നേഹം എന്നത് വെറും റിലേഷൻഷിപ്പ് മാത്രമല്ല, കെയർ, റെസ്പെക്റ്റ്, ലോയൽറ്റി അതെല്ലാം കൂടിയാണ്. ആരെങ്കിലും നിങ്ങളെ ജെന്യുവൻലി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്കായിട്ട് നിങ്ങൾ എന്തും ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നൽകും. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഒരിക്കൽ ഹൃദയത്തിൽ ഇടം നൽകിയ ആളെ മറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പഴയ വേദനകൾ ഇന്നും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഴയ കാര്യങ്ങൾ ഓർക്കാൻ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഓർക്കാറുണ്ട്. ആരോടും പറയാതെ പല സങ്കടങ്ങളും ഓർത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്തു കാണിക്കാറില്ല എന്നതാണ് സത്യം. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയ വ്യക്തിയാണ്. എല്ലാവരുടെ മുന്നിലും അങ്ങനെ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യവും. നിങ്ങളുടെ ഉള്ളിലെ ദുഃഖങ്ങളും വേദനയും പലപ്പോഴും നിങ്ങൾ പുറത്തു കാണിക്കാറില്ല എന്നതാണ് സത്യം. നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള റോസ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സൂര്യകാന്തി തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2ാം നമ്പർ പുഷ്പമായിട്ടുള്ള സൂര്യകാന്തി ആണെങ്കിൽ നിങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. മറ്റുള്ളവര് ഡൗൺ ആയിരിക്കുമ്പോൾ പോലും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് നിങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കഴിവ് തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് കണ്ടിട്ടുണ്ടാകും. ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും താണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് വന്നത്. പക്ഷെ ഓരോ തവണയും നിങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റു എന്നതാണ് സത്യം. എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും, എത്രയൊക്കെ നിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഉള്ളിലെ വേദനകൾ മറച്ചു വെച്ചുകൊണ്ട് പുറമെ ചിരിക്കാൻ കഴിയുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ദുഃഖം മറ്റുള്ളവർ അറിയുന്നില്ല എന്നതാണ് വാസ്തവം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സൂര്യകാന്തി തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ പൂവായിട്ടുള്ള ചെമ്പരത്തി പൂവാണോ? അങ്ങനെയെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സാധാരണ ആളുകളെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട്, ഒരു ഫയറുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. പലപ്പോഴും ആളുകൾ നിങ്ങളെ കണ്ടാൽ തന്നെ ഈ വ്യക്തി സ്ട്രോങ് ആണ് എന്ന് തോന്നിക്കും. കാരണം നിങ്ങൾക്ക് ഏത് പ്രശ്നം വന്നാലും അത് നേരിടാനുള്ള ധൈര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം, പുറത്ത് സ്ട്രോങ് ആയി കാണിച്ചാലും ഉള്ളിൽ വളരെ ഇമോഷണൽ ആയ ഒരു ഹൃദയമാണ് നിങ്ങളുടേത്. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് നിങ്ങൾ പുറത്തു കാണിക്കില്ല. പക്ഷെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നവരെയോ നിങ്ങളുടെ വിശ്വാസം തകർക്കുന്നവരെയോ നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് ഒരു രാജകീയ സ്വഭാവമുണ്ട്. ആർക്കു മുന്നിലും തലകുനിക്കാനോ അവരുടെ പിന്നാലെ നടക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം റൂൾസ് അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ നിങ്ങളെ അരഗന്റ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ സ്വന്തം ആളുകളിൽ നിന്ന് പോലും വേദന കിട്ടിയിട്ടുണ്ടാകും. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നിന്ന സമയത്ത് നിങ്ങൾക്കായി ആരുമില്ലെന്ന് തോന്നിയ നിമിഷങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വീഴാൻ ജനിച്ച ആളല്ല. എത്ര തവണ ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു നേട്ടം നേടണം എന്ന ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ സൈലന്റ്ലി സ്ട്രഗിൾ ചെയ്യുകയാണ്. പലരും നിങ്ങളുടെ എഫേർട്സ് കാണുന്നില്ല. പക്ഷെ സമയം എല്ലാം മാറ്റും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരാനിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. ഒരു കൂട്ടത്തിൽ നിന്നാൽ പോലും ആളുകൾ അറിയാതെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യും. കാരണം നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പ്രസൻസിനും ഒരു പവർ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് മുൻകൂട്ടി പറയാറുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പിന്നീട് സത്യമായിട്ടും ഉണ്ടാകും. പക്ഷെ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ വളരെ സൈലന്റ് ആവുകയോ അല്ലെങ്കിൽ വളരെ ഹാർഷായി സംസാരിക്കുകയോ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ റിയാക്ഷൻ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം ഇനിയും മനോഹരമാകും. ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർ സാധാരണ ആളുകളല്ല. അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ജനിച്ചവരാണ്. ഇപ്പോൾ സ്ട്രഗിൾസ് ഉണ്ടാകാം, ഒറ്റപ്പെട്ടതായി തോന്നാം. പക്ഷേ വിശ്വസിക്കുക, നിങ്ങളുടെ സമയം വരും. ഒരു ദിവസം നിങ്ങളെ വില കുറച്ചു കണ്ട എല്ലാവരും നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പൂവായിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്പർ 4 മുല്ലപ്പൂവ് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മുല്ലപ്പൂവാണോ? അങ്ങനെയെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. ഈ കാലത്ത് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വിഷമത്തിനും വില കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാകും. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. വില കൂടിയ കാര്യങ്ങളിലല്ല, സ്നേഹത്തിലും കെയറിലുമാണ് നിങ്ങൾ സന്തോഷം കാണുന്നത്. ആരെങ്കിലും ഹൃദയത്തിൽ നിന്നൊരു വാക്ക് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ ജീവിതം മുഴുവൻ ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ നന്മ പലരും വീക്ക്നെസ് ആയി കണ്ടിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങൾ ഇന്നും നല്ലവനായി തുടരുകയാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്തു കാണിക്കുന്ന ചിരിക്കു പിന്നിൽ ഒരുപാട് വേദനകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ വിഷമം പോലും മറ്റുള്ളവരെ അറിയിക്കാതെ മറച്ചുവയ്ക്കും. കാരണം മറ്റൊരാൾ വിഷമിക്കരുത് എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലിക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. സ്വന്തം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് സാക്രിഫൈസ് വേണമെങ്കിലും ചെയ്യും. പക്ഷെ അതിനു പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, സ്നേഹം, ഒരുപാട് കെയർ, അത്രമാത്രം. നിങ്ങളുടെ മനസ്സ് വളരെ സ്പിരിച്വൽ ആണ്. ദൈവത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക വിശ്വാസമുണ്ട്. മനസ്സ് തകരുമ്പോൾ പോലും നിങ്ങൾ ആരോടും പറയാതെ ദൈവത്തോട് സംസാരിക്കും.
അതിനാലാണ് പല വലിയ അപകടങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ വളരെ കൂടുതലാണ്. ആരാണ് സത്യസന്ധൻ, ആരാണ് ഫേക്ക് എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് മുൻകൂട്ടി പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും ഹൃദയം കൂടുതലായി കേൾക്കുന്നതിനാൽ നിങ്ങൾ വീണ്ടും ആളുകളെ വിശ്വസിക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാകാം. മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ചില രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം ഒരിക്കലും മോശം അവസാനം നൽകില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത വരാനിരിക്കുകയാണ്. നീണ്ട നാളുകളായിട്ട് മനസ്സ് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. മുല്ലപ്പൂവ് തിരഞ്ഞെടുക്കുന്നവർ വളരെ റെയറായ ആളുകളാണ്. പുറത്ത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ അവരുടെ ഹൃദയം സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നന്മ മാറ്റരുത്, കാരണം ഈ ലോകത്തിന് ഇപ്പോഴും നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ വേണം. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ജാസ്മിൻ മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്പർ 5 തുലിപ് പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ടുലിപ്പ് പൂവാണോ? അങ്ങനെയെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളരെ യുണീക്കായ വ്യക്തിയാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. എപ്പോഴും സ്വന്തം വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ചിന്തകളും ഡ്രീംസും സാധാരണ ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പലപ്പോഴും ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ സൈലന്റ് എന്ന് പറയും, ചിലർ ആറ്റിറ്റ്യൂഡ് ഉള്ളവൻ എന്ന് കരുതും. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇമാജിനേഷൻ പവർ വളരെ കൂടുതലാണ്. ഒറ്റയ്ക്കിരുന്ന് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാനും നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരു ദിവസം ജീവിതത്തിൽ വലിയവനാകണം അല്ലെങ്കിൽ വലിയവളാകണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്ട്രഗിൾസ് പലർക്കും അറിയില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ വേദനകൾ പുറത്തു കാണിക്കാറില്ല എന്നതാണ് സത്യം. മനസ്സ് തകരുമ്പോഴും നിങ്ങൾ പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അട്രാക്ഷൻ പവർ വളരെ കൂടുതലാണ്. നിങ്ങളുടെ സംസാരവും പേഴ്സണാലിറ്റിയും ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും. പക്ഷെ എല്ലാവരോടും ക്ലോസ് ആകാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സമയമെടുക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഹൃദയത്തിൽ ഇടം നൽകിയാൽ അവരെ വളരെ ഡീപ്ലി സ്നേഹിക്കും. പക്ഷെ ഒരിക്കൽ ഹേർട്ടായാൽ പിന്നീട് പഴയ പോലെ ആകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ജനിച്ചത് സാധാരണ ജീവിതത്തിനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനിരിക്കുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് പവർ എന്ന് പറയുന്നത്. ആർട്ട്, ബിസിനസ്, മീഡിയ, ഡിസൈനിങ്, കണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾ വളരെ ഉയരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. പലരും ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തതായിരിക്കാം. പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ വിജയം കണ്ട് അതേ ആളുകൾ അത്ഭുതപ്പെടും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിഷ് ഉണ്ട്. അത് കരിയർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പീസ്ഫുൾ ആയ ഒരു ജീവിതമായിരിക്കാം. ആ ആഗ്രഹം വൈകിയാലും നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. തുലിപ് പുഷ്പം തിരഞ്ഞെടുക്കുന്നവർ വളരെ സ്പെഷ്യലായ ആളുകളാണ്. അവർ ജീവിതത്തിൽ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ജനിച്ചവരാണ്. ഇപ്പോൾ സ്ട്രഗിൾസ് ഉണ്ടാകാം, ഒറ്റപ്പെട്ടതായി തോന്നാം. പക്ഷെ വിശ്വസിക്കുക, നിങ്ങളുടെ ബെസ്റ്റ് ചാപ്റ്റർ ഇനിയും തുടങ്ങാനിരിക്കുകയാണ്. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തുലിപ് പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 6-ാം നമ്പർ പുഷ്പമായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് താമരപ്പൂവാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളരെ സ്പെഷ്യലായ വ്യക്തിയാണ്. പുറത്ത് ശാന്തനായി തോന്നിയാലും ഉള്ളിൽ അതിശക്തമായ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. താമരപ്പൂ ചെളിയിലായാലും അതിൻ്റെ ഭംഗിയും ശുദ്ധിയും നഷ്ടപ്പെടാറില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. എത്ര പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും നിങ്ങളെ തകർക്കില്ല. മറിച്ച് ഓരോ ബുദ്ധിമുട്ടും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം സഹിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വേദനകൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. പല അപകടങ്ങളിൽ നിന്നും അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പോലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം.
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുൾ ആണ്. ആളുകളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് മുൻകൂട്ടി പറയാറുണ്ട്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. ക്ഷേത്രങ്ങൾ, മന്ത്രങ്ങൾ, പ്രാർത്ഥന, ശാന്തമായ ഇടങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തിരികെ അതേ സ്നേഹമോ കെയറോ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ചില സമയങ്ങളിൽ എനിക്ക് വേണ്ടി ആരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. നിങ്ങളുടെ മനസ്സ് വളരെ പ്യുവർ ആണ്. ആരെങ്കിലും ജെനുവിൻലി നിങ്ങളെ സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. പക്ഷെ ഒരിക്കൽ ട്രസ്റ്റ് തകർന്നാൽ വീണ്ടും പഴയതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ഡിലേ ഉണ്ടായേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വൈകിയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ താമരപ്പൂവ് തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും വലിയ വിജയങ്ങളാണ് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കരിയറിലായാലും സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ മനസ്സിലെ സമാധാനമായിട്ടായാലും ഒരു പുതിയ തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ സാധാരണ ആളല്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള സ്ട്രഗിൾ നിങ്ങളെ വലിയൊരു ജീവിതത്തിലേക്ക് തയ്യാറാക്കുന്ന ഫേസ് മാത്രമാണ്. താമരപ്പൂ തിരഞ്ഞെടുക്കുന്നവർ പുറത്ത് ശാന്തരായിരിക്കും, പക്ഷെ ഉള്ളിൽ ഒരു സമുദ്രം പോലെ ആഴമുള്ള മനസ്സുള്ളവരാണ്. നിങ്ങളുടെ നല്ല സമയം വളരെ അടുത്തു തന്നെയുണ്ട്. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് മാച്ച് ആയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ പൂവായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.